സുവിശേഷ ദീപവുമേന്തി അനേകം വൈദികരിത ക്രിസ്തുവിന്റെ വയലിൽ തളരാതെ മുന്നേറുന്നു. നവയുഗത്തിലെ പ്രതിസന്ധികളെ അവർ തീക്ഷ്ണതയോടെ നേരിടുന്നു. ദൈവരാജ്യത്തിനായി അവർ സമർപ്പണം ചെയ്യുന്നു. ഇത് മഹാരാഷ്ട്രയിലെ കല്യാൺ രൂപതയിൽ കോലാപ്പൂരിനടുത്ത് കൊഡോളി ഇടവകയിൽ നിരവധി വർഷം മിഷൻ വേല ചെയ്ത ഫാദർ ലിജേഷ് പനക്കവയലിൽ MST. വളരെ സങ്കീർണതകൾ നിറഞ്ഞ ഈ പ്രദേശത്ത് ദൈവജനത്തിനോടൊപ്പം നിലനിന്ന ഈ വൈദികൻ ഇപ്പോൾ MST സമൂഹം രൂപം നൽകിയ സാന്തോ മീഡിയയിൽ സേവനം ചെയ്യുന്നു. തന്റെ മിഷൻ അനുഭവങ്ങളും ദൈവവിളിയിലെ കാഴ്ചപ്പാടുകളും ലിജേഷ് അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. ലിജേഷ് അച്ഛ, ശാലോം TV ജോഷുവ എന്ന ഈ പ്രോഗ്രാമിൽ അച്ഛനോടൊപ്പമുള്ള രണ്ടാമത്തെ എപ്പിസോഡാണിത്. സ്വാഗതം. ഫാദർ ലിജേഷ് പനക്കവയലിൽ MST സഭാംഗമാണ് അച്ഛൻ. ആദ്യ എപ്പിസോഡിൽ അച്ഛൻ പറഞ്ഞത് അച്ഛൻ്റെ വീടിനെ കുറിച്ചും അച്ഛൻ എങ്ങനെയാണ് ഒരു ദൈവവിളി തിരിച്ചറിഞ്ഞതിനെ കുറിച്ചുമാണ്. കാരണം വീട്ടിലെ അപ്പച്ചൻ അമ്മച്ചി നിങ്ങൾ 2 മക്കളാണ്, 2 ആൺകുട്ടികൾ, മൂത്ത ആളാണ് അച്ഛൻ. അച്ഛൻ എങ്ങനെ ഒരു പ്രേക്ഷിത സഭയിൽ വൈദികനായി എന്ന് അച്ഛൻ പറയായിരുന്നു. പ്രത്യേകിച്ച് അമ്മയുടെ അങ്കിളിൻ്റെ സ്വാധീനം, അങ്ങനെ പല സാഹചര്യങ്ങളും. പിന്നെ അപ്പച്ചനാണെങ്കിലും പള്ളിയിലെ കൈക്കാരനും അങ്ങനെയൊക്കെ ആയിരുന്നതുകൊണ്ട് ചെറുപ്പം മുതലേ പള്ളിയോട് ചേർന്ന് ജീവിക്കാനൊരു അവസരം കിട്ടി. കൂടുതലും ഒരു നടനാവണം അല്ലെങ്കിൽ ഒരു സംഗീത രംഗത്ത് വളരണം എന്നൊക്കെയാണ് ആഗ്രഹിച്ചിരുന്നതെങ്കിലും ദൈവം ഇടപെട്ട് കൃത്യമായി അച്ഛനെ ഈ ഒരു വൈദിക ജീവിതത്തിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നുള്ളതാണ് അച്ഛൻ്റെ ആ പങ്കുവെക്കലുകളിൽ ഏറ്റവും മനോഹരമായ ഒരു കാര്യം. അച്ഛൻ അന്ന് പറഞ്ഞത് യോനായുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ഞാൻ ആഗ്രഹിച്ചു മറ്റൊന്നാണ്, പക്ഷെ ദൈവം എന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു എന്നുള്ളൊരു ബോധ്യം അച്ഛൻ പറഞ്ഞ് ഞാൻ ഓർക്കണ്. വൈദിക പരിശീലനം എങ്ങനെ സഹായിച്ചു, വൈദികനായപ്പോൾ ഉള്ള ദിവസങ്ങളെക്കുറിച്ച് അച്ഛൻ പറഞ്ഞത് അതിയായ സന്തോഷം ഉണ്ടായിരുന്നു. ഇന്നും ഒരു പ്രേക്ഷിതനായി ജീവിക്കാൻ അച്ഛന് സാധിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ 2 അച്ഛൻ പറഞ്ഞു. ഒന്ന് ജപമാലയും മറ്റൊന്ന് ദൈവവചനമാണ്. അച്ഛൻ എൻ്റെ ചോദ്യം, അച്ഛനെ ഒരു വൈദികനായതിനു ശേഷം 8 വർഷമായി വൈദികനായതിനു ശേഷം അച്ഛൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് സ്ഥലങ്ങളിൽ ഒന്ന് അച്ഛനെ ഒരു ഇടവകയുടെ ഒരു മിഷൻ പ്രദേശത്തിൻ്റെ ഇടവകയുടെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചതാണ്. അവിടെ അച്ഛന് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. എങ്ങനെയാണ് അങ്ങനത്തെ ഒരു മിഷൻ പ്രദേശത്ത് വൈദികനായി ജീവിച്ചപ്പോൾ? അതിനു മുമ്പ് ധ്യാനകേന്ദ്രത്തിലുണ്ടായിരുന്നു, പക്ഷേ എങ്കിലും ഒരു ഇടവകയുടെ ഉത്തരവാദിത്വം കയറി ഒരു അജപാലന ദൗത്യത്തിൽ ജീവിച്ചപ്പോൾ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ ഒന്ന് പറയാമോ അച്ഛൻ? ഞാൻ പറഞ്ഞു, ഞാൻ ധ്യാന സെൻറ്ററിലായിരുന്നു 2 വർഷത്തോളം. അപ്പോൾ ധ്യാന സെൻറ്ററോട് ചേർന്ന ഇടവകയാണിത്. അവിടെ നിന്ന് ഒരു 6 കിലോമീറ്ററേ ഉള്ളൂ കൊഡോളി വില്ലേജ്. അപ്പം ഞാൻ അവിടുത്തെ വികാരിയച്ഛൻ ഇല്ലാത്ത സമയത്ത് ഞാനാണ് അവിടെ അസിസ്റ്റ് ചെയ്യാൻ പോയിക്കൊണ്ടിരുന്നത് ധ്യാന സെൻറ്ററിൽ. ദൈവാനുഗ്രഹത്താൽ പോൾ പൈനടുത്തച്ഛൻ എന്ന് പറഞ്ഞ അച്ഛനാണ് എന്നെ മറാഠി ലാംഗ്വേജ് പഠിപ്പിച്ചത്. 40 ദിവസം അച്ഛൻ്റെ കൂടെ നിന്നാണ് മറാഠി ലാംഗ്വേജ് ഞാൻ പഠിച്ചത്. അപ്പോൾ അച്ഛൻ എന്നെ എല്ലാ കാര്യത്തിനും കൊഡോളിലേക്ക് വിളിക്കും. അങ്ങനെ ആ കൊഡോളി വില്ലേജുമായിട്ട് എനിക്കൊരു അറ്റാച്ച്മെൻ്റ് ആണ്. അതേപോലെ എൻ്റെ ധ്യാനഗുരുവായ ബെന്നി അർത്തനാകുന്നൽ അച്ഛനാണ് ആ മിഷൻ സ്റ്റേഷൻ തുടങ്ങിയത്. അപ്പോൾ അച്ഛൻ്റെ കൂട്ടത്തിലാണ് ഞാൻ ഇവിടെ. അച്ഛൻ അതിന് ധ്യാന ഫീൽഡിലേക്ക് വന്നപ്പോൾ പുള്ളി അതിൻ്റെ 6 കിലോമീറ്റർ ഇപ്പുറം സ്ഥലം മേടിച്ച് ധ്യാന സെൻറ്റർ പണിതു. അപ്പോൾ വേറൊരു അച്ഛനെ അവിടെ അപ്പോയിൻറ്റ് ചെയ്തു. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കൊടോളി വില്ലേജുമായിട്ട് അത്രമാത്രം അറ്റാച്ച്മെൻറ്റ്. അതുപോലെ ധ്യാനിക്കാനാണെങ്കിൽ ആ വില്ലേജിൽ നിന്ന് ആൾക്കാർ വരും, നമ്മുടെ ധ്യാനകേന്ദ്രത്തിൽ വരും. ഒരു ചെറിയ വീടായിരുന്നു, ഒരു കുടിൽ പോലത്തെ സ്ഥലത്തായിരുന്നു ഈ അച്ഛൻ്റെ റൂമും പ്ലസ് ഈ പള്ളി. ഒരു ചെറിയ വീട്, വില്ലേജിൻ്റെ അകത്തൊരു കുഞ്ഞു വീട്. അപ്പം ഞാൻ അവിടെ പോയ കാരണം എനിക്കും അതൊരു രസമായിരുന്നു. അവിടെ ആ വീട്ടിലെ ആൾക്കാർ വരുന്നു, എപ്പോഴും ഫുൾ ടൈം. നമുക്ക് ഇവിടെ പ്രൈവസി എന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ല. കാരണം ഞാൻ ഇപ്പോഴും ഓർക്കുന്ന പിള്ളേർ അച്ഛൻ കിടക്കുമ്പോൾ അച്ഛൻ്റെ കട്ടിലിൻ്റെ മുകളിൽ കൂടെയും അതേപോലെ അച്ഛൻ എല്ലാം അവിടെ നമുക്കൊരു സാധനം നമ്മൾ സ്വന്തം എന്ന് പറയത്തില്ല. ഇപ്പോൾ എനിക്കൊരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ പോലും അത് പിള്ളേരുടെയാണ്. അവരെന്താ അച്ഛൻ ഒന്നും ചെയ്യേണ്ട, ഞങ്ങളാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എല്ലാ കാര്യവും. നമ്മളൊരു വണ്ടി ഉണ്ടെങ്കിൽ അത് പിള്ളേരുടെയാണ്. അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ സ്വന്തം ഒന്നും പറയാൻ പറ്റില്ല. എന്ത് നമ്മൾ മേടിച്ചോ അത് അവരുടെയാണ്. ആ ഒരു ഫീൽ അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫീൽ ഞാൻ വളർന്നു വന്ന കാരണം, എനിക്ക് കണ്ടുവന്ന കാരണം എനിക്കും അങ്ങോട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവിടുത്തെ യൂത്ത് പിള്ളേർ കൂട്ടത്തിൽ, അവിടുത്തെ ആൾക്കാർ കൂട്ടത്തിൽ വർത്താനം പറയാനും. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് എനിക്ക് ആ കൊടോളി വില്ലേജിലേക്ക് പോകാൻ സാധിച്ചത്. അവിടെയാണോ അച്ഛൻ ഈ പള്ളി പണിതത്? കാരണം വെച്ചാൽ നമുക്ക് അവിടെ 150ഓളം ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് സൗകര്യമില്ലായിരുന്നു. പിന്നെ നമുക്കറിയാലോ, ഒരു സ്ഥലം വില്ലേജിന് അതിന് പ്രോപ്പറായിട്ട് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ദുഷ്കരമാണ് അവിടെ. അപ്പോൾ നമുക്ക് പള്ളി പണി. അപ്പം എൻ്റെ മുമ്പുള്ള പോൾ പൈനടുത്തച്ഛൻ ഒരു 8 ഗുണ്ട എന്ന് പറഞ്ഞാൽ, ഒരു ഗുണ്ട എന്ന് പറഞ്ഞാൽ 1.5 സെൻറ്റാണ്. അങ്ങനെ ആ 8 ഗുണ്ട സ്ഥലം അവിടെ മേടിച്ചു. അളവിന് പറയുന്ന അവിടെ ഗുണ്ട എന്ന് പറയുന്നത്, ഒരു ഗുണ്ട എന്ന് പറഞ്ഞാൽ 2.5 സെൻറ്റ്. അപ്പോൾ അങ്ങനെ 8 ഗുണ്ട സ്ഥലം
അവിടെ മേടിച്ചു. അപ്പോൾ അച്ഛന് പിന്നെ അച്ഛൻ ലാംഗ്വേജ് ക്ലാസ്സുകൾ എടുക്കുന്ന, മറാഠി ലാംഗ്വേജ് ക്ലാസ് എടുക്കുന്ന കാരണം അച്ഛന് ബുദ്ധിമുട്ടായി. ഇതെല്ലാം ഒത്തിരി അച്ഛന്മാർ സിസ്റ്റേഴ്സ് ആൾക്കാർ അച്ഛൻ്റെ അടുത്ത് ലാംഗ്വേജ്, ഞാൻ പറഞ്ഞു എന്നെ പഠിപ്പിച്ച അച്ഛനാണ്. അപ്പോൾ ആ ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞു പുള്ളിക്ക് ഇപ്പം അവിടെ രണ്ടും കൂടെ എന്ന് പറഞ്ഞാൽ പാരീഷ് വർക്കും ഈ ലാംഗ്വേജ് സെൻറ്ററും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ള കാരണം പുള്ളി വേറൊരു സെൻറ്ററിലേക്ക് മാറിയപ്പോഴാണ് എന്നെ അങ്ങോട്ട് എനിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ആ വില്ലേജുമായിട്ട് അറ്റാച്ച്മെൻ്റ് ആയ അവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരച്ഛൻ അവിടെ ചെന്ന് അച്ഛനെ മാറ്റില്ല. കാരണം അച്ഛൻ പിന്നെ അവരുടെയാണ്. ഇപ്പോൾ വേറൊരു അച്ഛൻ ചെന്ന് അവരെ അക്സെപ്റ്റ് ചെയ്യല. അതാണ് അവിടുത്തെ ആൾക്ക്. അത്രമാത്രം സ്നേഹമാണ് അവർക്ക് നമ്മളോട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ആ ഒരു സ്നേഹം ഉള്ളതുകൊണ്ട് അതുകൊണ്ടായിരിക്കും എനിക്ക് അവരുടെ അറ്റാച്ച്മെൻറ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം സഭ എന്നെ അവിടെ അപ്പോയിൻ്റ് ചെയ്തതും. അവിടെ അത് എന്ത് ഈ അച്ഛൻ സ്ഥലം മേടിച്ചു, നമ്മൾ സ്ഥലം മേടിച്ച കാര്യം പറഞ്ഞില്ല. അപ്പോൾ സ്ഥലം മേടിച്ചതിന് ശേഷം 2013 എനിക്ക് അവിടെ തറക്കല്ലിടാൻ സാധിച്ചു. പള്ളിക്ക് വേണ്ടിയുള്ള തറക്കല്ല് നമ്മുടെ പോൾ ചിറ്റിലപ്പള്ളി പിതാവാണ് തറക്കല്ലിട്ടത്. അങ്ങനെ പോൾ ചിറ്റിലപ്പള്ളി പിതാവാണ് കല്യാൺ രൂപത ആദ്യത്തെ മെത്രാൻ. ഇപ്പം തോമസ് ഇലവനാൽ പിതാവാണ്. ആദ്യം പോൾ ചിറ്റിലപ്പള്ളി പിതാവാണ്. പിതാവ് തറക്കല്ലിട്ടു. 2015 പള്ളിപണി പൂർത്തിയായി. നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് കാർഡിനൽ ആലഞ്ചേരി പിതാവാണ് നമ്മുടെ പള്ളി വെഞ്ചരിച്ചത് 2015 ഫെബ്രുവരി 7 ഏറെ സന്തോഷം വെച്ചാൽ, കാരണം അങ്ങനെ ഒരു പ്രദേശത്ത് വിശ്വാസത്തിന് വേണ്ടി ഏറെ ആഗ്രഹിക്കുന്ന ആളുകളുടെ അടുത്തൊരു ദേവാലയം ഉണ്ടാവുമെന്ന് പറഞ്ഞ് വലിയ കാര്യം തന്നെയാണ്. ഞാൻ അച്ഛന് മുമ്പ് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലായി. കാരണം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഒരുപക്ഷെ നമ്മുടെ നാട്ടിലും എവിടെ ആയിരുന്നാലും പ്രധാനപ്പെട്ട തന്നെ ഒരു കാര്യമാണ്. അച്ഛൻ പറഞ്ഞു പ്രൈവസി എന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ല. മുറിയിൽ എല്ലാ അച്ഛൻ്റെ കട്ടിലക്കടയും ഒക്കെ അച്ഛൻ കിടക്കണോടത്തോടെ ഒക്കെ പിള്ളേർ ചാടി നടക്കും. അല്ലെങ്കിൽ വണ്ടി ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും അത് അവരുടെയാണ്. ഒന്ന് വൈദിക ജീവിതത്തിന് ഒരു ശരിയായ വിശ്വസ്തയോടുള്ളൊരു ജീവിതത്തിന് ഏറെ സഹായിക്കുന്ന ഒന്നാണ് സുതാര്യത. അതിലുപരി എൻ്റെ ഒരു സുഹൃത്ത് അച്ഛൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, എന്നെ പലപ്പോഴും ഗൈഡ് ചെയ്യുന്നൊരു അച്ഛൻ പറഞ്ഞു ഓർക്കണ്, പലപ്പോഴും നമ്മളാണ് പലപ്പോഴും മതിലില്ലാതെ ജീവിക്കുന്ന സഹോദരങ്ങളുടെ ഇടയിൽ പോയിട്ട് ആദ്യമായിട്ട് മതിൽ കെട്ടുന്നത്, കോമ്പൗണ്ട് ഉണ്ടാക്കുന്നത് ഒക്കെ പലപ്പോഴും. പക്ഷേ ഈ സ്വാതന്ത്ര്യം നശിച്ചു പോകാതിരിക്കട്ടെ അച്ഛാ. കാരണം അത് എന്ന് ആയിരുന്നാലും അച്ഛൻ പോകുന്നിടത്തും ഏത് പ്രേക്ഷിത മേഖലയിലാണെങ്കിലും വിഷപ്രദേശങ്ങളിൽ അതുണ്ട്, സത്യമാണ്. അത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തത്. ഞാൻ അവിടെ പള്ളി പണിതിട്ടും ഒരു 2 സൈഡിൽ അത് വെച്ചാൽ അവിടെ മതിൽ കെട്ടണമായിരുന്നു. കാരണം വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് അതിര് തിരിയാൻ പ്രശ്നമാണ്. ബാക്കി ഫുൾ ഓപ്പൺ ഗേറ്റ് എന്ന് പറഞ്ഞ സാധനം ഞാൻ പഠിത്ത പള്ളിക്കില്ല. അച്ഛൻ മറ്റൊരു കാര്യം, അച്ഛൻ ആദ്യ എപ്പിസോഡിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു അച്ഛൻ്റെ വലിയൊരു ആഗ്രഹം ആക്ടിങ് ഫീൽഡും മ്യൂസിക് ഫീൽഡും ആണെന്ന്. അച്ഛൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് കലാഭവനിൽ ഇൻ്റർവ്യൂവിന് വരെ പോയ ആളാണ്. അച്ഛൻ അന്നേരം ഗൈഡ് ചെയ്ത് ഇങ്ങനൊരു ഇതിലേക്ക് വിടുകയായിരുന്നല്ലോ. അച്ഛൻ വീണ്ടും ധ്യാന കേന്ദ്രത്തിൽ ആദ്യമായിട്ടൊരു മറാഠി ക്ലാസ് എടുക്കാൻ പറഞ്ഞ സമയത്തും മ്യൂസിക് അച്ഛനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു അച്ഛൻ സൂചിപ്പിച്ചു ചെറുതായിട്ട്. എൻ്റെ ഒരു ചോദ്യം, ഈ മ്യൂസിക്കും അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു ആക്ടിങ് ഫീൽഡിൽ അല്ലെങ്കിൽ അങ്ങനത്തെ കലാപരമായ കഴിവുകൾ അച്ഛൻ്റെ പ്രേക്ഷിത വേലയെ തീർച്ചയായിട്ടും സഹായിക്കുന്ന ഒരു കാര്യമായിരിക്കണമല്ലോ. എങ്ങനെയാണ് അത് സഹായിക്കുന്നതാണ് അച്ഛൻ വിചാരിക്കുന്നത്? ഞാൻ മഹാരാഷ്ട്രയിലായിരുന്ന 6 വർഷം മഹാരാഷ്ട്രയിലായിരുന്നു. അപ്പോൾ 6 വർഷം കൊണ്ട് എനിക്ക് 2 മറാഠി മ്യൂസിക് ആൽബം ചെയ്യാൻ പറ്റി. പ്ലസ് സീറോ മലബാർ സഭയുടെ മറാഠി കുർബാന ചെയ്യാൻ സാധിച്ചു. പ്ലസ് അവിടെ ഉള്ള ലോക്കൽ ആൾക്കാർക്ക് വേണ്ടി ലിറ്റർജി ആയിട്ടുള്ള ചില എന്ന് പറഞ്ഞാൽ മാമുദീസ, കല്യാണം, അങ്ങനെയുള്ള നമ്മുടെ കൂദാശകളുടെ പാട്ടുകൾ ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ദൈവത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ എനിക്ക് അവിടെ മറാഠി, അതുകൊണ്ട് എൻ്റെ മ്യൂസിക് എന്നെ ഇപ്പോഴും കുറേ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഈ സൗണ്ട് ടെക്നോളജിയാണല്ലോ അച്ഛൻ ഇപ്പോൾ പഠിക്കുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ അത് ഇന്ന് ആ പഠിത്തം എവിടെയാണ് അച്ഛൻ പഠിക്കുന്നത്? അത്തരം കാര്യങ്ങൾ അച്ഛൻ്റെ ഒരു വൈദിക പ്രേക്ഷിത വേലയിൽ എങ്ങനെ സഹായിക്കുമെന്നാണ് അച്ഛൻ ചിന്തിക്കുന്നത്? ഞാൻ പറയാമല്ലോ, എനിക്ക് ഞാൻ പണ്ട് തൊട്ട് മീഡിയയോട് താല്പര്യമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സൊസൈറ്റിയോട് ജസ്റ്റ് സൂചിപ്പിച്ചായിരുന്നു എനിക്കിങ്ങനെ മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് സൂചിപ്പിച്ചു. എന്നിട്ടും അപ്പോൾ അവരുടെ അവർക്ക് യോഗ്യമായ സമയം വന്നപ്പോൾ എന്നെ പഠിക്കാൻ വിടുക. ഞാൻ ഇപ്പോൾ എറണാകുളത്ത് ഒരു സ്റ്റുഡിയോയിലാണ്, ഒരു ഫിലിം സ്റ്റുഡിയോയിലാണ് ഇപ്പോൾ ഞാൻ പഠിക്കുന്നത്. അവിടെ ഇപ്പോൾ ഞാൻ 2.5 വർഷമായി. എനിക്ക് ഇനി 2 മാസം കൂടെ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ എൻ്റെ പഠനം പൂർത്തിയാവും. എങ്ങനെയായിരിക്കും ഇത്? ഞാൻ ചോദിച്ച ചോദ്യം പൂർത്തിയായത് മുമ്പോട്ട് മീഡിയ എന്തുമാത്രം പ്രേക്ഷിത പ്രവർത്തനത്തിന് പ്രധാനപ്പെട്ട കാര്യമാണെന്നാണ് അച്ഛൻ ചിന്തിക്കുന്നത്? ഉറപ്പായിട്ടും ഇന്നത്തെ ഈ കാലഘട്ടങ്ങളിൽ മീഡിയ ഭയങ്കര റെലവൻ്റാണ്. കാരണം എന്ന് വെച്ചാൽ 13 വയസ്സ്, ഞാനൊരു സ്റ്റഡി നടത്തിയതിൻ്റെ പ്രമാണം 13 വയസ്സ് തൊട്ട് 35 വയസ്സിന് ഇടയ്ക്കുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണും ലാപ്ടോപ്പുമാണ്. ഇതിലൂടെ കാണുന്ന കാര്യമാണ് അവർ ഏറ്റവും കൂടുതൽ അവരെ സ്വാധീനിക്കുന്നത്. പണ്ട് നമ്മൾ വ്യക്തികളുടെ നമ്മളെ ബന്ധവും ഒക്കെ ആയിരുന്നു നമുക്ക് പരദൂഷണം എന്നൊക്കെ പറയാം. ഇപ്പോൾ പരദൂഷണം ഇപ്പം വരുന്ന മീഡിയയിലൂടെയാണ്. നമുക്ക് അതുകൊണ്ടായിരിക്കാം മറ്റേ വേൾഡ് കമ്മ്യൂണിക്കേഷൻ ഡേയിൽ ഇപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞിട്ടുണ്ട് എന്ന്, ജോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാമത്തെ വചനത്തെ ഉദ്ധരിച്ച് പറയുന്നത് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന് വിചാരിച്ച് പുള്ളി ഒരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് ഒത്തിരിയേറെ ഫേക്ക് ന്യൂസുകൾ ഇപ്പം വരുന്നുണ്ട്.
ഫേക്ക് ന്യൂസുകൾ നമ്മൾ സത്യം കൊണ്ട് അഴിച്ചു വിടണം. കാരണം ഫേക്ക് ന്യൂസുകൾ കൊണ്ട് ഇന്നത്തെ യുവതലമുറകളും ഇന്നത്തെ തലമുറ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ സത്യം നിങ്ങളെ സ്വന്തമാക്കാൻ പറയാൻ കാരണം ആ സത്യം കൊണ്ട് അത് മധുരമായിക്കോട്ടെ കയ്പായിക്കോട്ടെ, ആ സത്യം കൊണ്ട് അവരെ അഴിച്ചു വിടണം. അല്ലെങ്കിൽ ആ ഫേക്ക് ന്യൂസിൻ്റെ ബന്ധനത്തിൽ തലമുറ പെട്ട് അതാണ് സത്യം എന്നും പറഞ്ഞ് അവരതിൽ ജീവിക്കും. അപ്പം നമ്മുടെ സഭയുടെ കടമയാണ്, ഇതല്ല സത്യം, ഇത് ഫേക്കാണ്, ഇതാണ് സത്യം, ഈ സത്യത്താൽ നിങ്ങൾ സ്വതന്ത്രരാകും എന്ന് പറയേണ്ട ഒരു ഉത്തരവാദിത്വം സഭയ്ക്കുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനാണ് ഇപ്പം ഞാൻ സന്നദ്ധനായിരിക്കുന്നത്. അച്ഛൻ ഭാഗമായിരിക്കണ MST സഭയ്ക്ക്, സൊസൈറ്റി അല്ലേ, ആ MST സഭയ്ക്ക് ഇത്തരം ഒരു മീഡിയയിലൂടെയുള്ള ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിന്, ഇവാഞ്ചലൈസേഷന് ഒരു ഫോക്കസ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ ചിലതൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എക്സിബിഷൻസും ഒക്കെ നമ്മുടെ കുര്യനച്ഛനും അങ്ങനെ പല ആളുകളെക്കുറിച്ചും ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ മീഡിയമായി ഫോക്കസ് ചെയ്യുന്ന അച്ഛന്മാരും അതിനുവേണ്ടി തന്നെ നമുക്ക് കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടല്ലോ. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, സഭ ഇത്തരം കാര്യങ്ങളിൽ കൊടുക്കുന്ന ഒരു ശ്രദ്ധയെക്കുറിച്ച് അച്ഛൻ എന്താണ് ഒരു അപ്ഡേറ്റ് പറയാനുള്ളത്? ഞങ്ങളുടെ സഭയുടെ ക്യാരിസ് അത് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്യാരിസ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്തവരിലേക്ക് ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുക. അത്. രണ്ടാമത്തെ ക്യാരിസ് എന്ന് പറഞ്ഞാൽ മാതൃസഭയിൽ മിഷനെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കുക. എന്താണ് മിഷൻ പ്രവർത്തനങ്ങൾ? എല്ലാവരും മിഷൻ പ്രവർത്തനം എല്ലാവർക്കും പേടിയാണ്. ആൾക്കാർ തല്ലും, നമ്മളെ അത് ഭയങ്കര പ്രശ്നം, അടി ഇടി കൊലപാതകങ്ങൾ, അങ്ങനെ ഭയങ്കരമായിട്ട് രക്തസാക്ഷി അത് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് അത്രമാത്രം വലിയ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഉണ്ട്, നമുക്കറിയാം ഏത് ഫീൽഡിലാണെങ്കിലും അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട്, സ്ട്രഗിൾസ് ഉണ്ട്. പക്ഷേ സ്ട്രഗിൾസിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് പല പിള്ളേരൊന്നും മിഷനിൽ പോകാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം വൊക്കേഷൻസ് കുറയാണ്. കാരണം അവർ പേടിക്കുന്ന മിഷനിൽ പോയി കഴിഞ്ഞാൽ എന്നെ ആൾക്കാർ വധിക്കും, അല്ലെങ്കിൽ എൻ്റെ ജീവിതം അപകടത്തിലാവും എന്ന ചിന്തയാണ്. പക്ഷെ മീഡിയകളും പലപ്പോഴും അങ്ങനെയാണ് പ്രസരിപ്പിക്കുന്നത്, അവിടെ അതുണ്ട്. പക്ഷേ അതല്ലാതെ ഒത്തിരിയേറെ മേഖലകൾ നമുക്ക് പ്രവർത്തിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു ഒത്തിരിയേറെ കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ പ്രസൻസ്. അപ്പോൾ ആ പ്രസൻസ് ആഗ്രഹിക്കുന്നത് നമ്മുടെ വർക്കിൽ എങ്ങനെയാണ് മറ്റുള്ളവർ മിഷനിൽ സാറ്റിസ്ഫൈഡ് എന്നുള്ള കാര്യങ്ങൾ ഇന്നത്തെ തലമുറേനെയും ഇന്നത്തെ ഈ സഭയിൽ മാതൃസഭയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അപ്പോൾ അതാണ് ഈ മീഡിയ കൊണ്ട് ഞങ്ങളുടെ സഭ ഉദ്ദേശിക്കുന്നത്. ഞാൻ അച്ഛൻ മുമ്പ് മീഡിയയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു യുവജനങ്ങളുടെ ഇന്നത്തെ ഒരു അവസ്ഥ എന്നൊരു വാക്ക് അച്ഛൻ ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ചോദ്യം, യുവജനങ്ങളെക്കുറിച്ചും യുവജനങ്ങളിൽ സാധ്യമാകേണ്ട ഒരു പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ അച്ഛൻ്റെ ഒരു അനുഭവം എന്താണ്? യുവജനങ്ങൾ എന്തുമാത്രം സഭയ്ക്ക് പ്രധാനപ്പെട്ടവരാണ്? ഇന്നത്തെ യുവജനമാണല്ലോ നാളത്തെ സഭ. അപ്പം അവരെ വാർത്തെടുക്കുന്ന, അവരെന്താണോ അവരുടെ മനസ്സിലുള്ളത് അതാണ് നാളത്തെ സഭ. അപ്പം ഇന്ന് നമ്മുടെ കടമയാണ് അവരെ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്താൽ നാളെ അതുകൊണ്ടൊരു നന്മയുണ്ടാകും എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് വലിയ കടമയാണ്. കാരണം ഞാൻ മീഡിയ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഒത്തിരിയേറെ യുവജനങ്ങൾ വഴിതെറ്റി തെറ്റായ മാർഗത്തൂടെ പോകുന്നുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ അവരോട് കുറേ കാര്യം നമ്മൾ പറയുന്നവർ അവഗണിച്ച് കളയണം, ഒന്നും പറയുന്ന കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കില്ല. പക്ഷെ എന്നെ സ്പർശിച്ചൊരു സംഭവമുണ്ട്. എൻ്റെ കൂട്ടത്തിൽ പഠിക്കുന്ന ഒരു വ്യക്തി എന്താണെന്ന് പറഞ്ഞില്ല, ഒരു തെറ്റായ മാർഗത്തിൽ തുടങ്ങുന്ന ഒരു പയ്യനായിരുന്നു. ഞാനവിടെ എല്ലാ ദിവസവും ക്ലാസ്, അവൻ തൊട്ടടുത്താണ് ഇരിക്കുന്നത്. എല്ലാ ദിവസവും ഞാൻ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ പറയും, എടാ ഇത് ചെയ്യരുത്. അന്നേരം അവൻ്റെ എക്സ്ക്യൂസ് പറയും. എല്ലാ ദിവസവും പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം അവരുടെ കൺവോക്കേഷൻ സെറമണിയുടെ സമയത്ത് എന്ന് പറഞ്ഞാൽ 2 കോഴ്സ് ഉണ്ട്. ഒന്നെങ്കിൽ 2 വർഷം നമുക്ക് 2.5 വർഷം ചെയ്യാം, അല്ലെങ്കിൽ 1 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ട് അവർക്ക് ഔട്ട് ചെയ്യാം. അപ്പം ഈ പയ്യൻ കൺവോക്കേഷൻ സെറമണിയുടെ സമയത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വന്ന സമയത്ത് ഇവൻ എന്നെ വിളിച്ചു. അപ്പം ഭയങ്കര ഒത്തിരി മാറി. പണ്ട് ഷാബി ഡ്രസ്സൊക്കെ ഇട്ടിരുന്നവൻ നന്നായിട്ട് ഇൻസേർട്ടൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് വരുന്നു. അപ്പോൾ ഇവനെ ഞാൻ വിളിച്ചു, എടാ ഇപ്പം കണ്ട് ഗെറ്റപ്പൊക്കെ മാറിയില്ല, നീ വേറെ ലെവലായല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ ഞാൻ എല്ലാ പരിപാടിയും നിർത്തി, എല്ലാ കാര്യങ്ങളും നിർത്തി. ഇപ്പം ഞാനൊരു ഷോപ്പ്, ഒരു ഹോണ്ടയുടെ എന്തോ ഒരു വണ്ടികളുടെ എന്തോ ഷോപ്പ് ഇട്ടിട്ട് ഞാനിപ്പോൾ പൂക്കാട്ടുപടി സ്ഥലത്ത് നന്നായിട്ട് ജീവിക്കുന്നത്. ഞാൻ എല്ലാ പരിപാടിയും നിർത്തി. ഇപ്പം എനിക്ക് മനസ്സമാധാനമുണ്ട്. അപ്പം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായത്. കാരണം ഞാൻ പറഞ്ഞ വാക്കുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യായിരുന്നു, തെറ്റാ അത് ഞങ്ങൾ കുറേ വാഗ്വിവാദങ്ങൾ നടത്തുമായിരുന്നു. അപ്പം അതുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ അവൻ മാറി. ഇതേപോലെ അതുകൊണ്ടാണെന്ന് വെച്ചാൽ സംശയിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഒരച്ഛൻ്റെ ഒരു ചെറിയ ഇടപെടൽ, ചെറിയ വാക്കുകൾ, കൃത്യസമയത്തുള്ള ഇടപെടൽ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാക്കും എന്നുള്ളൊരു തെളിവാണത്. പലപ്പോഴും നമ്മൾ മുഖം തിരിച്ചു പോകുമ്പോൾ ചെറുപ്പക്കാർ പ്രശ്നക്കാരാണെന്ന് വിചാരിച്ച് നമുക്ക് അകറ്റി നിർത്താം, മാറ്റിക്കളയാം. അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരു നന്മയില്ല. പക്ഷെ മറിച്ച് അച്ഛൻ്റെ ആ ഒരു ഇടപെടൽ തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണല്ലോ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. അച്ഛൻ ഇന്ന് പലപ്പോഴും വൈദികരുടെ ജീവിതത്തിൻ്റെ ത്യാഗങ്ങളെക്കാൾ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് വൈദികരുടെ മിസ്റ്റേക്സാണ്. മിസ്റ്റേക്സ് ഉണ്ട് താനും, ഒരു സംശയമില്ല. പക്ഷെ അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ത്യാഗപൂർണമായ ജീവിതം നയിക്കുന്ന വൈദികർ. അവർ മാറ്റിവെക്കുന്ന സമയം, അവർ വേണ്ടെന്ന് വെക്കുന്ന ജീവിതത്തിലെ പല സുഖ സൗകര്യങ്ങളും വേണ്ടെന്ന് വെക്കുന്നു, ഇത്തരത്തിലൊക്കെ. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം അച്ഛനോട്,
ഇത് എല്ലാവരുടെയും ഇന്ന് ധാരാളം ആളുകൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. ഇത് ഒതുക്കി സപ്രസ് ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് കൊണ്ടാണ് അവർ തെറ്റായ വഴികളിൽ പോകുന്നത്, അവരല്ലെങ്കിൽ ലോകത്തിൻ്റെ വഴികൾ തേടണത് എന്ന് പറയുന്നവരുണ്ട്. അച്ഛൻ ഒരു വലിയ സീനിയർ ആളല്ല എങ്കിലും 8 വർഷത്തെ വൈദിക ജീവിതം, അതിനു മുമ്പുള്ള പരിശീലനം 10-12 വർഷം കൂട്ടിയാൽ 10-20 വർഷത്തെ ഈ ത്യാഗപൂർണമായ ജീവിതത്തിൻ്റെ ഒരു സമയത്ത് അച്ഛന് തോന്നുന്നത് ഇതൊരു സപ്രസിങ് ആയിട്ടുള്ള സാധനമാണോ, ഇതൊരു ഒതുക്കി വെക്കലാണോ, അതെയോ സന്തോഷപൂർണമായി നമ്മൾ ബോധപൂർവം ചെയ്യുന്ന ഒരു ത്യാഗത്തിൻ്റെ സന്തോഷത്തോടെയുള്ളൊരു ത്യാഗ ജീവിതമാണ്? എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാൻ സാധിക്കും അത് സന്തോഷത്തിൻ്റെ ത്യാഗമാണെന്ന്. കാരണം നമ്മൾ എന്തെങ്കിലും ത്യജിച്ചാലേ നമുക്കൊരു നന്മ ഉണ്ടാവുകയുള്ളൂ. എപ്പോഴും ഒരു സഹനത്തിനാണ് ഒരു നന്മ കൊണ്ടുവരാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ. നമ്മുടെ ജീവിതത്തിൽ പലരും പറയാനുണ്ട് ഒരു ഇറക്കത്തിനൊരു കയറ്റമുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യുമ്പം ആ സാക്രിഫൈസിലൂടെ നമ്മൾ നേടുന്ന കാര്യങ്ങൾ വേറെ സ്ഥലത്തേക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. അതാണ് ഉദാഹരണം. ഞാൻ സെലിബ്രേറ്റ് ആണ്, ഞാനൊരു ബ്രഹ്മചാരി കലിക്കുന്നുണ്ടെങ്കിൽ ഈ ബ്രഹ്മചാരി ആയതുകൊണ്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെയും കയറിച്ചില്ല. ഇപ്പോൾ ഒരു ഫാമിലി ആണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ ഭാര്യയുണ്ട്, മക്കളുണ്ട്, ചേട്ടൻ ഇപ്പം പോകണ്ട, അല്ലെങ്കിൽ ഇപ്പം പോകരുത്, മക്കൾക്ക് അസുഖമാണ്, ഇപ്പം അങ്ങനത്തെ ഒരു ബൗണ്ട് എനിക്കില്ല. അറ്റ് എനി ടൈം ഐ ക്യാൻ ഗോ. അതാണ് ഇപ്പം ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. വെച്ചാൽ എൻ്റെ സേവനം എന്നുള്ള മാതൃകയിൽ സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്കതൊരു ഇപ്പം ബ്രഹ്മചര്യം കാക്കുന്നുണ്ട്, അതുപോലെ എനിക്കത് സന്തോഷം. കാരണം ഞാൻ ചെയ്യുന്ന വർക്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് മറ്റേ ഭാഗത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് അങ്ങനെ ഉണ്ടല്ലേ എന്ന് നമ്മൾ വർക്ക് ചെയ്യും, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പം മറ്റു കാര്യങ്ങളെ കൂടി ചിന്തിക്കേണ്ടി വരുന്നില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ അടുത്ത് ഒരു കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാം. എൻ്റെ അങ്കിളിൻ്റെ ഓർഡിനേഷൻ ക്യാസറ്റ്, അന്ന് ക്യാസറ്റായിരുന്നു, ഓഡിയോ ക്യാസറ്റ്. ഒരു പ്രാവശ്യം ഇങ്ങനെ കേട്ടപ്പോൾ അതിനകത്ത് മങ്കുഴിക്കരി പിതാവ്, അന്ന് താമരശ്ശേരി മങ്കുഴിക്കരി പിതാവ് ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായത്, ഈ തോമസ് അച്ഛൻ എന്ന് പറഞ്ഞാൽ പട്ടുകുളത്ത് തോമസ് അച്ഛനായത് ജോർജിൻ്റെയും മേരിയുടെ മകനായിട്ടാണ്, സ്വർഗത്തിൽ നിന്ന് വന്നതല്ല. അപ്പം ജോർജിൻ്റെയും മേരിയുടെയും ഗുണങ്ങൾ അവനിലുണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഏത് ചാണ്ടിയുടെയാണോ ഏത് ആരുടെയാണോ മക്കള് ആ ഗുണങ്ങളാണ് ആ വൈദികൻ കാണിക്കുന്നത്. അല്ലാതെ ഒരു വൈദികനായി എന്ന് വിചാരിച്ച് അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ മകൻ അച്ഛനായാൽ ഇങ്ങനെ ഫോൾട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഇത് പറയുമ്പോൾ ഒരുപക്ഷെ വൈദികരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മിസ്റ്റേക്സോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളെല്ലാം മനുഷ്യരാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ അതിനകത്ത് ചെറിയ പ്രശ്നം, സ്വാഭാവികമായിട്ടും ആളുകൾ വൈദികരെയും സിസ്റ്റേഴ്സിനെയും അല്ലെങ്കിൽ വലിയ വചനപ്രഘോഷകരായ അൽമായരെയും ഒക്കെ കാണുന്നത് വലിയ പ്രതീക്ഷയോടെയാണ്, വലിയ ബഹുമാനത്തോടെയാണ്. അങ്ങനെ അവർ ബഹുമാനത്തോടെ സൂക്ഷിക്കുന്ന ആളുകളിൽ നിന്ന് ഒരു കറുത്ത പാടുപോലും അവർ പ്രതീക്ഷിക്കുന്നില്ല. സ്വാഭാവികമായിട്ടുള്ള കാര്യം. അതാണ് ആളുകളുടെ ഒരു ഫ്രസ്ട്രേഷൻ. പക്ഷെ ഞാൻ എൻ്റെ മറുചോദ്യം ഇതാണ്. അച്ഛൻ മുമ്പ് പറഞ്ഞ് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്. എനിക്കും അതേ പ്രശ്നമുള്ള ഒരാളാണ്. ഞാൻ എൻ്റെ കുടുംബത്തായാലും എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾക്കായാലും എല്ലാവർക്കും അറിയാം, വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ്. എൻ്റെ ചോദ്യം, അച്ഛൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ, ദേഷ്യപ്പെടുന്നത് സ്വാഭാവികമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അത് അച്ഛൻ ബലം പിടിച്ചാലും അച്ഛനാവാൻ പറ്റില്ല. പക്ഷെ ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ എങ്ങനെയാണ് അച്ഛൻ അതിനെ ഡീൽ ചെയ്യുന്നത്? ഞാൻ മെയിനായിട്ടും ഞാനിപ്പം ഉദാഹരണം എൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനും അറിയാം. ആ സ്റ്റാഫിനോട് ഞാൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാറുണ്ട്. സ്റ്റാഫ് ഇപ്പോൾ ഇവിടെ ഉണ്ട് താനും. അപ്പം ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും. പക്ഷെ ഞാൻ കഴിഞ്ഞാൽ അവനോട് പറയും, എൻ്റെ പോലെ ഈ സിറ്റുവേഷൻ കൊണ്ട് ഞാൻ പറഞ്ഞു, നീ എന്നെ മനസ്സിലാക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അതോട് ആ ദേഷ്യം തീർന്നു. അതാണ് പ്രധാനം. കാരണം ഇന്ന് പലപ്പോഴും നമ്മളുടെ റിയാക്ഷൻസ് നമ്മളതിനെ ഇതിൽ അഡ്രസ്സ് ചെയ്യാൻ, അതിനുശേഷം നമ്മൾ അതിനെ തന്നെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നിടത്ത് ദേഷ്യം ഒരിക്കലും ഒരു മിസ്റ്റേക്ക് അല്ല. പക്ഷെ നമ്മൾ അതിനെ വഴിയിൽ വിട്ടിട്ട് പോകണം. ഇന്ന് ധാരാളം ആളുകൾ വൈദികരിൽ നിന്ന് അകന്നു പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പോലും ഒരു ദാക്ഷിണ്യമില്ലാതെ റിയാക്ട് ചെയ്യുന്നു, വളരെ അരഗണ്ടായിട്ട് പെരുമാറുന്നു. പക്ഷേ അതിനങ്ങനെ തന്നെ വിടുന്നു എന്നുള്ളതാണ്. ഞാൻ വിചാരിക്കുന്നത് അച്ഛൻ ആദ്യം ഹൃദയം തുറന്ന് പറഞ്ഞു എനിക്ക് ദേഷ്യം വരുന്ന ആളാണ്. പക്ഷെ അച്ഛൻ തന്നെ പറയുന്നു ഞാനത് ചെയ്യും. അതാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം. അച്ഛൻ എൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, അച്ഛൻ മുമ്പ് പറഞ്ഞ പോലെ അച്ഛൻ രക്തസാക്ഷിത്വത്തെക്കുറിച്ചൊക്കെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും. പക്ഷേ ഈ മിഷൻ പ്രദേശങ്ങളിലും ഞാൻ പറയും, ഇന്ന് മിഷൻ എന്ന് പറഞ്ഞാൽ ലോകത്ത് എല്ലായിടത്തും മിഷനായി മാറിക്കൊണ്ടിരിക്കുക. ഞാനത് പറയുന്നതിൻ്റെ അർത്ഥം കേരളത്തിൽ പോലും കോംപ്രമൈസ് ഇല്ലാതെ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്ന് പറയുന്നത് വളരെ സ്ട്രഗിളാണ്. എവിടെ ക്രിസ്ത്യാനിയായി ജീവിക്കണോ അവിടെ സ്ട്രഗിളുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചൊരു ബോധപൂർവം ഒരു വിഷവിധാനങ്ങളോടുകൂടി ഒരു പ്രേക്ഷിതനായി ജീവിക്കുക എന്ന് പറയുന്നത് കൂടുതൽ സ്ട്രഗിളുണ്ട്. അത്തരം സഹനങ്ങളെ ഒരുപക്ഷെ മരണം വരെ സംഭവിക്കാം, സംശയമില്ല. അത്തരം സഹനങ്ങളെ എങ്ങനെയാണ് അച്ഛൻ കാണുന്നത്? നാളെ ചിലപ്പോൾ അച്ഛനും അത്തരത്തിൽ രക്തസാക്ഷിയായിപ്പെട്ടേക്കാം. ഞാൻ ഉറപ്പായിട്ടും ആ സഹനങ്ങളെ ഞാൻ നമ്മൾ വർക്ക് ചെയ്യുന്നു,
നമ്മൾ ആരെ തിന്മ പ്രതീക്ഷിച്ചല്ലോ ഒന്നിന്, ഒരു വ്യക്തിയുടെ ഉന്നതനത്തിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ വർക്ക് ചെയ്യുമ്പോൾ രക്തസാക്ഷി ആകണമെങ്കിൽ ആകുക, അതേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അല്ല എന്നെ കൊല്ലും. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പണ്ട് ഏതോ ഞാൻ പത്രത്തിൽ വായിച്ചാണ്, ഒരു കൊച്ചിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വേറൊരു വ്യക്തി കാനയിലേക്ക് ചാടിയപ്പോൾ ആ വ്യക്തിയുടെ ജീവൻ പോയി. ആ വ്യക്തിയുടെ ജീവൻ പോയി എന്ന് വിചാരിച്ച് അവൻ ചാടാതിരുന്നായിരുന്നെങ്കിൽ എന്താണ്? അപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട, നമുക്ക് താല്പര്യം തോന്നുന്ന കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിനകത്ത് വരുന്ന എല്ലാ സ്ട്രഗിളും സ്വീകരിക്കാൻ റെഡിയാകണം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ പാതി മനസ്സോടെ ചെയ്യുന്നതാവും. അപ്പം രക്തസാക്ഷ്യം വരും എന്ന് പ്രതീക്ഷയല്ല നമ്മൾ ചെയ്യുന്നത്. അത് ഓൺ ദ വേ സംഭവിക്കുന്ന കാര്യം. ഞാൻ രക്തസാക്ഷി ആകുമെന്ന് പറഞ്ഞല്ല ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നു, സംഭവിച്ചാൽ സംഭവിക്കട്ടെ, സംഭവിച്ചില്ലേ ദൈവത്തിൻ്റെ ഹിതം. ഇത്രയേ ഉള്ളൂ. സംഭവിച്ചാലും ദൈവത്തിൻ്റെ ഹിതം. ഞാൻ ഒറ്റൊരു കാര്യം അച്ഛൻ മുമ്പ് പറഞ്ഞപ്പോൾ, അച്ഛൻ ഒരു ഏകസ്ഥനായി ജീവിക്കുന്നതുകൊണ്ട്, സന്യസ്തനായി ജീവിക്കുന്നതുകൊണ്ട് എപ്പോഴും അച്ഛന് ഇറങ്ങിത്തിരിക്കാം, എവിടെ വേണമെങ്കിലും പോകാം എന്ന് അച്ഛൻ പറഞ്ഞല്ലോ. ഞാൻ ഈ ദിവസങ്ങളിൽ അങ്ങേയറ്റം ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, കേരളത്തിൽ ഈ മഴയുടെയും ഉരുൾപൊട്ടലിൻ്റെയൊക്കെ പേരിൽ ഇത്രയും കെടുതി ഉണ്ടാകുമ്പോൾ ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, കേരളത്തിലെ കത്തോലിക്ക സഭ, വിവിധ രൂപതകൾ, ധാരാളം വൈദികരിലൂടെ രാവും പകലും വിശ്രമിക്കാതെ ഈ കാര്യങ്ങളിൽ അധ്വാനിച്ച് എത്തിപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഏറെ സന്തോഷിക്കും. വൈദികർ സദാസന്നദ്ധരായി രാവും പകലും ഇറങ്ങിത്തിരിക്കുക. അപ്പോൾ വീണ്ടും വൈദികരുടെ ജീവിതത്തിൽ എപ്പോഴും തയ്യാറായിരിക്കുക എന്ന് പറയുന്നത് എന്തുമാത്രം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ഒരു വൈദികൻ എപ്പോഴും സദാസന്നദ്ധനായിരിക്കണം. കാരണം ഇടവകയിലായിക്കോട്ടെ, മിഷൻ പ്രവർത്തനം, എന്താണ് ആ ഇടവകയിൽ അല്ലെങ്കിൽ ആ മിഷൻ ഏരിയയിൽ സംഭവിക്കുന്നത് നമുക്കറിയില്ല. കാരണം ഏറ്റവും ആദ്യം കടന്നു ചെല്ലേണ്ട ഒരു വൈദികനാണ്. കാരണം വൈദികന് ബോണ്ടേജ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പം എന്തെങ്കിലും ഒരു മരണം സംഭവിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഴ്ച, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ എപ്പോഴും അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല, എനിക്കിപ്പോൾ പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അവിടെ ചെന്നാലും ചിലപ്പോൾ ഒരു വ്യക്തിയുടെ ജീവൻ ചിലപ്പോൾ രക്ഷിക്കാൻ പറ്റിയെന്ന് വരാം. അപ്പോൾ അതാണ് വൈദികൻ്റെ റെഡിനെസ്, ആകുക എന്ന് ഉദ്ദേശിക്കുന്നത്. അച്ഛാ, ഈ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നതിൻ്റെ ഒരു കാതൽ എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ഏത് ഫീൽഡിലായാലും, നമ്മളൊരു ഒരു വൈദികൻ ഒരു സെക്കുലർ ഫീൽഡിലായാലും, അച്ഛൻ പറഞ്ഞ പോലെ ഒരു മ്യൂസിക് ഇൻഡസ്ട്രിയിലായാലും, ഒരു ആക്ടിങ് ഇൻഡസ്ട്രിയിലായാലും, നാളെ അച്ഛനൊരു സിനിമാ സംവിധായകനാവും, ആരും ആവട്ടെ, എന്തെങ്കിലും ആയിക്കട്ടെ, ഏത് ഫീൽഡിലായിരുന്നാലും ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ളത് തന്നെയാണല്ലോ ഏറ്റവും പ്രധാനം. അപ്പോൾ ആയിരിക്കുന്നിടത്ത് ക്രിസ്തുവിനെ കൊടുക്കുന്നതിൻ്റെ ഒരു ഭംഗിയാണ് പ്രേക്ഷിത പ്രവർത്തനം. അച്ഛൻ അവസാനമായിട്ട് അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഉറപ്പായിട്ടും നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന സ്ഥലത്ത് ചെന്നാലേ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നല്ല, നമ്മൾ ആയിരിക്കുന്നിടത്ത്. ഇപ്പം എൻ്റെ മുമ്പിലുള്ള അച്ഛൻ ഞാൻ ചെയ്യുന്ന പോലെ അല്ല ചെയ്യുന്നത്. ഉറപ്പായിട്ടും. അപ്പം എൻ്റെ കഴിവ് വെച്ച്, എൻ്റെ പരിധി വെച്ച് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായിട്ട് ചെയ്യുക, അതാണ് എല്ലാവരും ചെയ്യേണ്ടത്. നമ്മൾ ആയിരുന്നിടക്കുന്നിടത്ത് എവിടെയാണോ നമ്മളൊരു പഴഞ്ചൊല്ലുണ്ട്, വീണിടത്ത് മുളയ്ക്കുക. അപ്പോൾ ആകുന്നിടത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്താണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, എനിക്ക് ആ ഫീൽഡ് വർക്ക് ചെയ്താലേ എനിക്ക് ഒത്തിരി കംഫർട്ടബിൾ സോൺ തേടിപ്പോകാതെ ആയിരിക്കുന്നിടത്ത് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ പ്രേക്ഷിത വേലയുടെ മഹത്വവും, അതായത് പ്രേക്ഷിത വേലയുടെ വിജയവും സംഭവിക്കുന്നത്. അച്ഛൻ്റെ വീട് കോഴിക്കോടിലാണ്. ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം അച്ഛൻ പറഞ്ഞിരുന്നു, പുല്ലുരാമ്പാറ. അതിനു മുമ്പ് പടത്തുകടവിലായിരുന്നു. അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ പേര്? അപ്പച്ചൻ്റെ പേര് ജോസഫ്, അമ്മയുടെ പേര് മേരി. ജോസഫ്, മേരി, രണ്ട് ജോസഫ്, പിതാവിൻ്റെയും മാതാവിൻ്റെയും പോലെ തന്നെയാണല്ലോ. അച്ഛൻ ആദ്യം പറഞ്ഞപ്പോൾ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും ഒരു സ്വാധീനം, അല്ലെങ്കിൽ അപ്പച്ചൻ പള്ളിയോട് ചേർന്ന് ജീവിച്ചതും, അല്ലെങ്കിൽ അമ്മയുടെ ഇതൊക്കെ അച്ഛൻ്റെ ജീവിതത്തിൽ സഹായിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ പ്രേക്ഷകരായ കുടുംബങ്ങളോട്, പ്രത്യേകിച്ച് മാതാപിതാക്കളോട്, ഈ അച്ഛൻ മുമ്പ് ഇടയ്ക്ക് സംസാരിച്ചപ്പോഴും പറയുന്നുണ്ടായിരുന്നു, മങ്കുഴിക്കരി പിതാവ് പറഞ്ഞതുപോലെ ഒരു വൈദികൻ ഉണ്ടാവുന്നത് മാതാപിതാക്കളിൽ നിന്നാണ്. വൈദികൻ്റെ ക്വാളിറ്റിയും ഗുണനിലവാരവും ആ കുടുംബത്തിലെ വളർത്തലുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ. ഇന്ന് നമ്മുടെ മാതാപിതാക്കളോട് അവരുടെ മക്കളെ വളർത്തുന്നതിനെക്കുറിച്ച്, ദൈവവിളിയുമായി ബന്ധപ്പെട്ടും എല്ലാം അച്ഛൻ എന്താണ് പറയുന്നത്? ഇന്നത്തെ മാതാപിതാക്കളോട്, ഇന്ന് വളർന്ന മക്കളോട് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ: ദൈവത്തെ അറിയുക. ജ്ഞാനം ദൈവികമാകണം. മാനുഷികമായ ജ്ഞാനം ദൈവം തരുന്നതാണ്. നമ്മൾ മാനുഷിക ജ്ഞാനങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ ദൈവം എന്തെന്ന് മറന്നു പോകുന്നു. അതിന് ഉത്തമ ഉദാഹരണമുണ്ട്. എത്രയേറെ ഓൾഡ് ഏജ് ഹോമുകളും അതേപോലെ എത്രയേറെ സംഭവങ്ങൾ സംഭവിക്കുന്നു. മാതാപിതാക്കൾ കൊല്ലുന്നു, മക്കളും അപ്പനെ കൊല്ലുന്നു, അപ്പൻ മക്കളെ കൊല്ലുന്നു. അത് ദൈവിക ജ്ഞാനം ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ്. നമ്മൾ എൻജിനീയർ ആകണം, ഡോക്ടർ ആകണം എന്ന് പറഞ്ഞ പിള്ളേരെ വളർത്തുന്നത്. ദൈവിക ജ്ഞാനത്തിൽ നമുക്കറിയാം, ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചു എന്നാണ് പറഞ്ഞത്. അവിടെ ആശാരിപ്പണിയും പറഞ്ഞെന്നോ അല്ല മറ്റു കാര്യങ്ങൾ ചെയ്യുന്നല്ലോ. ആ ജ്ഞാനം, ദൈവിക ജ്ഞാനത്തിൽ ഒരു കുഞ്ഞിനെ വളർത്തിയാൽ ബാക്കി എൻജിനീയർ, ഡോക്ടർ എന്നുള്ളത് അത് ദൈവം കൊടുക്കുന്ന ഭാരം.
അല്ല ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം, അല്ലെങ്കിൽ നീ അതാകണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കാതെ നീ ഒരു ദൈവത്തിൻ്റെ പുത്രനാകണം, ദൈവത്തിൻ്റെ പുത്രിയാകണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. ബാക്കി പ്ലസ് പോയിൻ്റാണ്, ദൈവം തരുന്നതാണ്, അതിന് കൂട്ടിച്ചേർത്ത്. അതാണ് എനിക്ക് എല്ലാ കുടുംബങ്ങളോടും പറയാനുള്ളത്. അത് കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിലും തീയാണ്. കാരണം 3 ട്രോഫി ഞങ്ങൾക്കും ഉണ്ട്. ഏഞ്ചലീന ക്ലാര ഫ്രാൻസിസ്. ഇപ്പോൾ ഇതിനെ ഇങ്ങനെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞ ഒരു ആദ്യമാണ്. തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചാൽ മക്കളെ ദൈവജ്ഞാനത്തിൽ വളർത്താൻ പറ്റും. അതിൻ്റെ ഉദാഹരണങ്ങളാണല്ലോ അച്ഛനൊക്കെ ഇത്രയും ഭംഗിയായിട്ട് മാതാപിതാക്കൾ വളർത്തിക്കൊണ്ട് വന്നതും എല്ലാം. ഏറ്റവും അവസാനം നമ്മൾ അവസാനിപ്പിക്കുക വെച്ചാൽ ഫാദർ ലിജേഷിനെ കുറിച്ച് മറ്റുള്ളവർ ഒരു സെൻറ്റൻസിൽ ഇങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ എങ്ങനത്തെ അച്ഛനാണെന്ന് അറിയപ്പെടാനാണ് അച്ഛനിഷ്ടം? ഇപ്പം എല്ലാവരും ഇപ്പം എൻ്റെ ഒരു പ്രൊഫസർ അച്ഛൻ ഇപ്പം ഞാനിരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ പോയതേ ഉള്ളൂ. അവരെല്ലാം എന്നോട് പറഞ്ഞു, നീ എങ്ങനെ ഇങ്ങനെയായി എന്ന് പറഞ്ഞാൽ ഞാനെന്ന വ്യക്തി വട്ടപൂജയായിരുന്നു. ഇപ്പം ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പാട്ടുകൾ ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിനക്ക് എങ്ങനെ സാധിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ എന്നിലൂടെ ആൾക്കാരെന്തോ കാണുന്നു എന്നുള്ളൊരു തോന്നലുണ്ട്. അത് തന്നെയാണ് എൻ്റെ വലിയ സന്തോഷം. ഞാൻ എന്തോ ചെയ്യുന്ന അത് എൻ്റെ ക്രെഡിറ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്തിലൂടെ പിന്നെ ആരുടെ ക്രെഡിറ്റ്? അത് ദൈവത്തിൻ്റെ ക്രെഡിറ്റ് തന്നെയാണ്. താങ്ക് യു അച്ഛാ. കാരണം ആ ഒരു ബോധ്യം അച്ഛനുണ്ടെങ്കിൽ എല്ലാം ഭംഗിയായിട്ട് ഇനിയും മുന്നോട്ട് പോകും. ധാരാളം കാര്യങ്ങൾ അച്ഛനോട് സംഭവിക്കും. എന്നിലൂടെ വട്ടപൂജ്യമായിരുന്ന എന്നിലൂടെ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ക്രെഡിറ്റാണെന്ന് പറയാൻ അച്ഛന് പറ്റുന്നത് തന്നെയാണ് അച്ഛൻ്റെ ജീവിതത്തിൻ്റെ കോർ. അതിൽ മുറുകെ പിടിച്ച് യോനായുടെ കാര്യം അച്ഛൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന സ്ഥലത്തൂടെ അല്ല, ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്തൂടെയാണ് ദൈവം എന്നെ എന്നും നടത്തിയേ എന്ന് പറയുന്ന ലിജേഷ് അച്ഛന് എന്നും ദൈവത്തിൻ്റെ വഴിയെ മാത്രം നടക്കാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ശാലോം ടി വിയിൽ ജോഷു എന്ന ഈ പ്രോഗ്രാമിൽ അച്ഛൻ്റെ 2 എപ്പിസോഡിനും അച്ഛൻ്റെ പങ്കുവെക്കലുകൾക്കും ഏറെ നന്ദി. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ കേൾക്കാമോ, നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ